മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് 2021 ഏപ്രിൽ 13 കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു ചരിത്ര വിധിയുണ്ടായി. 40 വർഷത്തെ കീഴ്വഴക്കം റദ്ദാക്കിയായിരുന്നു കോടതി ഉത്തരവ്. മുസ്ലിം സ്ത്രീകൾക്ക് കോടതി മുഖേന അല്ലാതെ വിവാഹമോചനം നടത്താമെന്നതായിരുന്നു ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ പിന്നീട് കോടതിക്ക് മുന്നിലെത്തി. ഏറ്റവും ഒടുവിലായി പ്രകാരം വിവാഹമോചനം നടത്തിയ സ്ത്രീ മഹർ തിരിച്ചു നൽകിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഭർത്താവ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. മുസ്ലിം പുരുഷന്മാരുടെ വിവാഹമോചന മാർഗമായ ത്വലാഖിനെ പറ്റി നമുക്കറിയാം. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന മാർഗമായ ഖുലയെ പറ്റി അത്ര പരിചിതമല്ല നമ്മൾ. എന്താണ് ഖുല? കോഡ് പരിശോധിക്കുന്നു. ഇസ്ലാമിക നിയമപ്രകാരം 3 തരത്തിലാണ് വിവാഹമോചനം. ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം നടത്തുന്ന ത്വലാഖ്, പരസ്പര സമ്മതത്തോടെ ഇരുവരും ചേർന്ന് നടത്തുന്ന വിവാഹമോചനമായ മുബറാത്ത്, ഭാര്യ ഭർത്താവിന് വിവാഹമോചനം നടത്തുന്ന ഖുല. മുസ്ലിം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഏകപക്ഷീയമായി വിവാഹമോചനം നടത്താൻ അവകാശമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ഒരു ഇസ്ലാമിക നിയമമാണ് ഖുല. ഖുല എന്ന പണ്ടേ ഇസ്ലാമിൽ ഇതുണ്ടെങ്കിൽ പോലും ഞങ്ങളെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഖുല നടപ്പിലാക്കുന്ന ഒരു മെത്തേഡ് തീരെ ഉണ്ടായിരുന്നില്ല. ഖുല നാമയിൽ നിർബന്ധമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, ഒരു കൺസീലിയേഷൻ വേണം, ഒരു മീഡിയേഷൻ വേണം. 2 പേര് സംസാരിച്ചുകൊണ്ട് ഇവരെ എന്തുകൊണ്ടാണ് പിരിയുന്നത്, ഒഴിവാകുന്നതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഒരു മധ്യസ്ഥം നടത്തണം ആദ്യം. 2ാമത്തെ കാര്യമാണ്, എന്തൊക്കെയാണോ ഭർത്താവിൽ എടുക്കുന്ന ഇവർക്ക് കിട്ടിയത് ആ എല്ലാ സാധനങ്ങളും, എല്ലാ സ്വർണ്ണാഭരണങ്ങളും, എല്ലാ ഗിഫ്റ്റും ഇൻക്ലൂഡിങ് മഹർ ഭർത്താവിന് തിരിച്ചു കൊടുക്കണം. ഈ 2 ഇൻഗ്രീഡിയൻസ്, ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഖുലാനാമ ഫലവത്താവുന്നാണ് ഖുലയിൽ പറയുന്നത്. ഖുലാനാമയിൽ മഹറിനെ പറ്റി പറഞ്ഞില്ലെന്ന കാരണത്താൽ വിവാഹമോചനം സാധുവല്ലെന്ന വാദം തള്ളിയ ഹൈക്കോടതി ഉത്തരവും ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ച സമയത്ത് ഖുലാനാമയിൽ ഈ കാര്യങ്ങൾ, മഹറിൻ്റെ കാര്യമോ ഗിഫ്റ്റിൻ്റെ കാര്യമോ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഖുല പ്രകാരം ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് ഒരു വിധി എനിക്ക് സമ്പാദിച്ചു കൊടുക്കാൻ സാധിച്ചു. ഖുലാനാമയിൽ മഹറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനുശേഷം അവളുടെ സാക്ഷി വിസ്താരത്തിൽ അവളെ തെളിവ് കൊടുക്കുന്ന സമയത്തും അവൾ കൊടുത്ത ഹർജിയിലും 2 മധ്യസ്ഥന്മാർ മുഖാന്തരം ഇത് സംസാരിച്ചിട്ടും ഒന്നും തീർപ്പായില്ല എന്നും സ്വർണം ഒന്നും തിരിച്ചു കിട്ടിയില്ല എന്നും മഹറും ഈ ഭർത്താവ് എടുത്തുകൊണ്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ വിധി ഞങ്ങൾക്ക് ഖുലാനാമ നിയമപ്രകാരം നിലനിൽക്കും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ വാദിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കോടതിക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഭാര്യ പറയുന്നു, ഭർത്താവ് എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ, മഹർ, എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കൊണ്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ ഖുലാനാമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പാർട്ടീസ് എന്ന് പറഞ്ഞ ഭാര്യയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഖുലാനാമ നിയമപ്രകാരം നിലനിർത്തുമെന്നാണ് എൻ്റെ കക്ഷിക്ക് വേണ്ടി ഞാൻ വാദിച്ചതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ് ഈ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്തത്. അവകാശങ്ങൾ എന്നത് അടിസ്ഥാനപരമായി അന്തസ്സോടെ ജീവിക്കാനുള്ളതാണ്. കോടതികളുടെ ഇത്തരത്തിലുള്ള നിരന്തരമായ ഇടപെടലുകൾ സ്ത്രീകളുടെ അവകാശങ്ങളിലേക്ക് വെളിച്ചമേകുന്നതാകട്ടെ.